പാലക്കാടും കണ്ണൂരുമൊക്കെ പാർട്ടി സഖാക്കൾക്ക് പിന്നീട് പറയാനുള്ളത് എന്തായാലും ഇനിയിപ്പോൾ എല്ലാവർക്കും നിർഭയം കാര്യങ്ങളൊക്കെ തുറന്നു പറയാം സ്വതന്ത്രമായി നേരത്തെ തന്നെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ഈ മാസം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും യോഗങ്ങളൊക്കെ ചേരും. അപ്പോൾ ഒരു പക്ഷേ കൂടുതൽ തുറന്നു പറച്ചിലുകൾ ഉണ്ടായേക്കാം CPM-ൽ. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കിടക്കാം. സംസ്ഥാനത്ത് വേനൽ മഴ സജീവമായിട്ടുണ്ട്. 10 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. വരും ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. TS ഹരികൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, തെരഞ്ഞെടുപ്പ് ചൂടും കൊടും ചൂടും ഒക്കെ കഴിഞ്ഞ് ഇന്നിപ്പോഴാ മഴ പെയ്തു തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് തലസ്ഥാനത്തൊക്കെ നല്ല മഴ ലഭിക്കുന്നുണ്ട്. എവിടങ്ങളിലൊക്കെയാണ് അലേർട്ടുകൾ ഉള്ളത്? എവിടെയൊക്കെ ഇപ്പോൾ മഴ ലഭിക്കുന്നുണ്ട്? തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയും കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. തിരുവനന്തപുരം നഗരത്തിൽ അല്പസമയം മുമ്പ് വരെ ചെറിയ രീതിയിൽ മഴയുണ്ടായിരുന്നു. ഗ്രാമപ്രദേശങ്ങളിലും മലയോര മേഖലകളിലും മഴ ലഭിക്കുന്നുണ്ട്. കൂടുതലും ഈ മലയോര മേഖലകളിൽ ഈ അലർട്ട് നൽകിയിട്ടുള്ള ജില്ലകളിലൊക്കെ മലയോര മേഖലകളിൽ ശക്തമായ മഴ പെയ്യാനാണ് സാധ്യത. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അടുത്ത 4 ദിവസം മഴ ഈ രീതിയിൽ തന്നെ തുടരും. തെക്കൻ കേരളത്തിൽ ഉൾപ്പെടെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. നിലവിൽ ഈ വലിയ ചൂടിനുള്ള ആശ്വാസമായിട്ടാണ് ഇപ്പോൾ വേനൽ മഴ സജീവമായി പെയ്യുന്നത്. മാത്രമല്ല, വൈദ്യുതി ഉപയോഗത്തിൽ കാര്യമായ കുറവ് ഈ മഴ പെയ്തതോടുകൂടി ചൂട് കുറഞ്ഞപ്പോൾ സംഭവിച്ചിട്ടുണ്ട്.